നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനുഷ്യ, നിങ്ങൾ തുടച്ച് അതിന്റെ പെയിന്റ് ഇളക്കോ? കൊറേ നേരം ആയല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടേ വാസന്തി? അതൊരു കുറ്റമാണോ? അതെ, വൃത്തിയും വെടുപ്പും കൂടിയാലും കുഴപ്പാ. ദേ, നിങ്ങൾ വേഗം കുളിച്ച് കമ്പനി പോവാൻ നോക്ക്. ശബരിക്ക് വേറെന്തൊക്കെയോ തിരക്കുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവൻ എന്തോന്ന് തിരക്കാ? ദയ പഞ്ചരത്നത്തിലല്ലേ ഉള്ളത്. അവൻ അവിടെ പോയി അവൾക്ക് കാവലിരിക്കാനായിരിക്കും. എത്രേ? 70. ദയ പഞ്ചരത്നത്തിലുള്ളപ്പോ മാഷ് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഇനി രാത്രി വല്ല പ്രശ്നം ഉണ്ടായിട്ട് ദയെ വീണ്ടും തണലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കാണൂ. അതിന് തന്നെയാ സാധ്യത. അവളെ വീണ്ടും ശബരിയുടെ തലയിലെ കെട്ടിവെക്കാൻ വന്നതായിരിക്കും. എന്താ മാഷേ? എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം പറച്ചില്? അനന്തം മാഷെ ഈ ഭാഗത്തേക്ക് കാണാറില്ലെന്നാവും. അതെ മാഷെ, മാഷെ ഇങ്ങോട്ട് കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അന്ന് കല്യാണത്തിന് കണ്ടപ്പോ ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല, അല്ലേ വാസന്തി? അതെങ്ങനെ പറ്റും തന്നേട്ടാ? അവിടെ ഒരു കല്യാണത്തിന് പകരം 2 കല്യാണം ഒരുമിച്ച് നടത്താനുള്ള തിരക്കിലായിരുന്നല്ലോ മാഷും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും. അതെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ അതിന്റെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നു. രാമനാഥനും ശബരിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, രണ്ടുപേരും അകത്തുണ്ട്. മാഷ് ചെന്നാട്ടെ. ശരി. മാഷേ, ഒന്ന് നിന്നേ. എന്താ വാസന്തി? അല്ല, ദയ ഇവിടുന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോയപ്പോഴേ ഞങ്ങളെല്ലാം വല്ലാതെ പേടിച്ചു പോയി കേട്ടോ. അവസാനം ശബരി അവളെ എവിടുന്നോ കണ്ടുപിടിച്ച് പഞ്ചരത്നത്തിൽ എത്തിച്ചെന്ന് അറിഞ്ഞപ്പോഴാ ഞങ്ങൾക്ക് സമാധാനമായത്. നിങ്ങൾ എന്തൊക്കെയാ വാസന്തി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാസന്തി, ദയ ഇവിടുന്ന് ഇറങ്ങിപ്പോയതൊന്നും ശബരി ചിലപ്പോ മാഷിനെ വിളിച്ച് പറഞ്ഞു കാണത്തില്ല. അത് പോട്ടെ. അല്ല, ദയ ഇപ്പം പഞ്ചരത്നത്തിൽ സുഖായിരിക്കുന്നില്ലേ മാഷെ? ദയ പഞ്ചരത്നത്തിൽ ഇരിപ്പില്ല. അവൾ ഇവിടെയല്ലേ ഉള്ളത്? അവളെ ശബരി എപ്പ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുവന്നു നിങ്ങൾ പറയുന്നത്? അത് എന്റെ മോളെ കാണാൻ വന്ന എന്നെ നിങ്ങൾ പരിഹസിക്കാണോ വേണ്ടത്? അതൊന്നും വേണ്ട. മോളെ ദേ ദേ മോളെ ദേ മോളെ, ദാ അച്ഛൻ വന്നു കേട്ടോ. മോളെ മോളെ ദേ ദേ എവിടെ പോയി? അത് മാഷേ. അച്ഛ ശബരി മോനെ, നിങ്ങൾ രണ്ടാളും മുകളിലെ മുറിയിലായിരുന്നു അല്ലേ? ധനനും വാസന്തി ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് ആകെ പേടിച്ചു പോയി. ദേമോളന്തേ ഉണ്ണിക്കുട്ടന് പാല് കൊടുക്കായിരിക്കും അല്ലേ? തണലീന്ന് ശബരിയോടൊപ്പം പോയാൽ മതി എന്നാ ദേമോള് പറഞ്ഞതേ. ശബരിക്കാണെങ്കിലും അവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാനായിരുന്നു ഇഷ്ടം. നമുക്ക് അവരെ അവരുടെ ഇഷ്ടത്തിന് തന്നെ വിടാനല്ലേ പറ്റൂ രാമനാഥ. ഞാനാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് മോളുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാവും ദയമോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്നും എവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് ശബരി ദയമോളെ പഞ്ചരത്നത്തിൽ തന്നെ കൊണ്ടുപോയി നിർത്തിയെന്നൊക്കെ ഈ ധനനും വാസന്തി എന്നോട് പറഞ്ഞതേ. എന്തായാലും വാസന്തി അതിത്തിരി കടന്ന കളിയാക്കലായി പോയിട്ടോ. എന്നെ പോലൊരു അച്ഛനോട് മക്കളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ ഒന്നും പറഞ്ഞ് കളിയാക്കാൻ നിൽക്കരുത്. മോളെ അനിതേ, നീ ദയമോളോട് പോയിട്ട് അച്ഛൻ വന്നു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. ശബരി, എന്താടാ ഇതൊക്കെ? അനന്തമാഷു വന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന എന്താ? നീയല്ലേ ഇന്നലെ പറഞ്ഞത് ദയെ പഞ്ചരത്നത്തിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണെന്ന്? അല്ല, ഇനി മാഷ് പഞ്ചരത്നത്തിൽ നിന്ന് തന്നെയല്ലേ വരുന്നത്? അല്ല, വല്ല യാത്രക്കിടയിലും ഇതുവഴി വന്നതാണെങ്കിലേ ദയ പഞ്ചരത്നത്തിലുള്ള കാര്യം മാഷ് അറിയണമെന്നില്ലല്ലോ. ശബരി, എന്താ ഈ ധനൻ വീണ്ടും ഇങ്ങനെ തന്നെ പറയുന്നത്? ഞാൻ പഞ്ചരത്നത്തിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരുന്നത്. നീ എപ്പോഴാ എന്റെ മോളെ അവിടെ കൊണ്ടുവന്നാക്കിയത്? അത് എന്റെ അച്ഛൻ എന്താ ഇതൊന്നും കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നേ? ദയെ ശബരി പഞ്ചരത്നത്തെ കൊണ്ടാക്കിയില്ലെന്നല്ലേ മാഷ് പറയുന്നത്? പിന്നെ എവിടെയാ ഇവൻ അവളെ കൊണ്ടാക്കിയതെന്ന് ഒന്ന് ചോദിക്കച്ചാ. മോനെ
മോനെ ശബരി, എന്റെ ദൈവമോളിപ്പോ എവിടെയാണോ ഉള്ളത്? എവിടെയാ മോനെ? അവൾ ഇവിടുന്ന് ആരും അറിയാതെ ഇറങ്ങിപ്പോയെന്നല്ലേ ഇവരൊക്കെ പറയുന്നത്. എന്റെ മോളെ പിന്നീട് നിനക്ക് കണ്ടു കിട്ടിയില്ലേ? പറയടാ. അല്ല അച്ഛൻ, അത് ഞാൻ മാഷ് പേടിക്കണ്ട, ദയ എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പറയ് രാമനാഥ, രാമനാഥൻ പറ, എനിക്ക് വിശ്വാസം. ഞാൻ പറഞ്ഞോളാം. മോനെ, അപ്പൊ എന്റെ മോള്? അച്ഛ, ഇവർക്കാർക്കും വേറൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാ ദയെ പഞ്ചരത്നത്തിൽ കൊണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ മോൾ എവിടെ? ധനേട്ടാ, സത്യത്തില് അവളുള്ളത് എവിടെ? അവള് ദാസങ്ങളുടെ വീട്ടിലാ. അമ്പിളിച്ചേച്ചിയും രഘുവേട്ടനും അവിടെ ഉണ്ടല്ലോ. അച്ഛനും ചീരുവും ഇന്ന് ഇങ്ങോട്ട് വന്നേക്കുമെന്നും അവര് പറഞ്ഞിരുന്നു. 2 ദിവസം ദയ എല്ലാവരും ഒപ്പം നിൽക്കട്ടെ എന്ന് കരുതി ഞാൻ അവളവിടെ നിർത്തുകയായിരുന്നു. അച്ഛനും ചീരുവും നേരെ ദാസങ്ങളുടെ വീട്ടിലേക്കാവും വരുന്നതെന്നാ ഞാൻ കരുതിയത്. ഹേയ്, ദയമോളെ കാണാൻ വേണ്ടിയാ ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത് പോലും. അതുകൊണ്ട് ഞാൻ ചീരുവിനെ ദാസിന്റെ വീട്ടിലേക്ക് അയച്ചതിന് ശേഷം നേരെ ഇങ്ങോട്ട് തന്നെ പോരുകയായിരുന്നു. അവളെ അമ്പിളിയും രഘുവും കൂടി ചെക്കപ്പിന് കൊണ്ടുപോയിക്കോളും. അതുവരെ എനിക്ക് എന്റെ ദയമോളുടെ അടുത്ത് ഇരിക്കാന്ന് ഞാൻ വിചാരിച്ചു. സാരമില്ല, എന്റെ ദയമോൾ ഇപ്പോഴും ദാസിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടുന്ന് അവിടത്തേക്ക് വലിയ ദൂരവും ഇല്ല. രാമനാഥ, ഞാൻ എന്നാ ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. വേഗം വരാം. എന്തായാലും ഇവിടം വരെ വന്നല്ലേ മാഷ്, അല്പനേരം ഇരുന്നേ എന്തെങ്കിലും കുടിച്ചിട്ട് പോ മോളെ. ഒന്നും വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഒന്നും വേണ്ട, ചായ ഒന്നും വേണ്ട. ഞാൻ പോട്ടെ രാമനാഥ, ഞാൻ പോയി ദയമോളെ കണ്ടിട്ട് വരാം. ചായ കുടിക്കലൊക്കെ പിന്നീട് ആവാലോ. അതെ അച്ഛാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനും ദാസങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങായിരുന്നു. എന്റെ ഫോണാ, ഞാൻ എടുത്തോളാം. ശബരി, ഇത് ദയയുടെ കോളാണ്. ഞാൻ എടുത്തോളാം. ദയയുടെ അച്ഛൻ കോളാണല്ലോ. എടുക്ക് ശബരി, എടുക്ക് മോനെ. അവളാണെങ്കിൽ പിന്നെ എനിക്കൊന്ന് സംസാരിക്കാൻ ചെയ്യാലോ. എടാ ശബരി, നീ ആ ഫോൺ എടുക്കാത്ത എന്താ? ദയയല്ലേ വിളിക്കുന്നത്? എന്താ മോനെ, നീ എന്താ ദയ വിളിച്ചിട്ട് എടുക്കാത്തത്? അച്ഛാ, അത് കട്ടായി പോയി. എന്തൊരു കഷ്ടം. സാരമില്ല അച്ഛാ, ദയ വീണ്ടും വിളിക്കും. അച്ഛൻ മുറിയിലേക്ക് വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. മാഷ് വാ, വാ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. വാ മാഷ്, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചല്ലോ മാഷേ. വാ മാഷ്, മാഷ് വാ, വാ, ചായ എടുത്തുകൊണ്ട് വരണേ. ഇനി അവള് വിളിക്കുമെന്ന് എനിക്ക് ഫോൺ തരണം. വാ മാഷ്. മാഷെ, ശബരി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. മാഷെ ടെൻഷൻ അടിക്കാതിരിക്കൂ, എല്ലാം ശബരിമോൻ പറയും. എന്താ ശബരി, നിങ്ങൾ എല്ലാവരും കൂടി എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്റെ മോള് ദാസിന്റെ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ? മാഷെ, അല്ലേ? അതെ, ഞാൻ അച്ഛനോട് എല്ലാം പറയാം. നമ്മുടെ ദയമോൾക്ക് ഒരു ആപത്തും വരുത്തില്ല മാഷെ. ദയുള്ളതേ ശബരിക്കും ദാസനും രഘുവിനും ഒക്കെ അറിയാവുന്നവരടുത്താ. അവരെല്ലാവരും കൂടി നമ്മുടെ ദയമോളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഉറപ്പാത്, ഉറപ്പ്. മോനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയൊന്ന് തെളിച്ച് പറ. അതെ അച്ഛാ, അതിനു മുൻപ് അച്ഛനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് വേറെ ആരും കേൾക്കാതിരിക്കാനാ ഞാൻ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അതെ മാഷെ, മാഷ് സമാധാനത്തോടെ ശബരി പറയുന്ന ഒന്ന് കേക്ക്. മാഷൊന്ന് കേക്ക് സമാധാനായിട്ട്. മോനെ, ഒന്ന് പറ, എന്നോട് പറ. നീ പറ ശബരി. അച്ഛാ, ദയക്ക് ഒരു അപകടവും വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയുന്നത്. അതേ മനസ്സുറപ്പോടെ തന്നെ വേണം അച്ഛൻ ഇതൊക്കെ കേൾക്കാൻ. നീ പറയ് ശബരി, എന്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് നീ തന്ന ധൈര്യം ഉണ്ടല്ലോ, എനിക്കത് മതി. അത് മതി എനിക്ക് പിടിച്ചു നിൽക്കാൻ. നീ പറ, എന്തായാലും എന്നോട് പറ.
പറ മോനെ. പറ മോനെ